ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ഞാൻ അതിന്റെ രേഖകളൊക്കെ തിരുവനന്തപുരത്ത് മന്ത്രി അറിയണമല്ലോ ഇക്കാര്യം. മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അറിഞ്ഞിട്ടില്ലേ അറിയണം. ഞാൻ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് പത്രക്കാരുടെ മുമ്പിൽ ഈ തെളിവുകളെല്ലാം ഞാൻ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഞാനിതെല്ലാം അദ്ദേഹത്തെ ആ അന്വേഷണ കമ്മീഷൻ ആണെങ്കിൽ അതിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാണ്. ഇത് ഏറ്റവും രസകരമായൊരു കാര്യം, കേന്ദ്രത്തിൽ നിന്ന് പാവപ്പെട്ട കർഷകർക്ക് ഈ സൗരോർജ പമ്പുകൾ വെക്കാൻ വേണ്ടി കൊടുത്ത സബ്സിഡി തുക പോലും യഥാർത്ഥ സമയത്ത് ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. തന്നെയുമല്ല, ഈ വൈദ്യുതി ബോർഡിൽ എന്താ നടക്കുന്നത്? വൈദ്യുതി ബോർഡിൽ ഒരു ഡയറക്ടർമാരും ഇല്ല. ഡയറക്ടർമാരുടെ തസ്തിക കഴിഞ്ഞ കുറെ കാലമായി ഒഴിഞ്ഞു കിടക്കുക. എന്തിനാണത്? ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എന്താണ് ഡയറക്ടർമാരുടെ ഒഴിവുകൾ? ഓരോ ഡയറക്ടറെ പറ്റി അന്വേഷിക്കുമ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് ചാർജാണെന്നുള്ളത്. വൈദ്യുതി ബോർഡ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. PM കുസും പദ്ധതിയിലെ അഴിമതി ആരോപണം, ഒപ്പം KSEBയിൽ വൈദ്യുത വകുപ്പിൽ ഡയറക്ടർ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കിനി